കേട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് അറിയുന്നത്. അല്ലാതെ ഇവരുടെ ചരിത്രത്തിനകത്തുള്ള ഇന്ത്യ അല്ല. ഇവർ പറയുന്ന ഇന്ത്യയാണ്. ഞാൻ മോഹൻജദാരോ ആരൊക്കെ പറയുവാണെന്നുള്ളത് എല്ലാം പാകിസ്ഥാനിലായില്ലേ. അപ്പൊ ഈ രാമന്റെ ജന്മസ്ഥലം രാമന്റെ സ്ഥലം എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ആയി പോയില്ലേ. ഗാന്ധാര കൈകേയിയുടെ സ്ഥലമൊക്കെ എന്ന് പറയുന്ന ആ ഏരിയ ആണ്. അഫ്ഗാനിസ്ഥാൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കുഴയുന്നത്. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് നമ്മളിന്ന് വിളിക്കുന്നിടം തൊട്ട് ബംഗാൾ വരെയുള്ള ആ സമയം ഗംഗയുണ്ട്. പക്ഷേ ഈ സൗത്ത് ഇല്ല അതിൽ. അശോകൻ്റെ കഥ പറയുമ്പം അശോകൻ ഇവിടേക്ക് എൻവോയ്സ് അയച്ചിട്ടുണ്ട്. അത് ശ്രീലങ്കയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അയാൾ കീഴടക്കിയിട്ടില്ല ഇവിടം. അതായിരുന്നു ഏറ്റവും വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി മുഗളന്മാരുണ്ടാക്കിയ ആണല്ലോ രാജ്യം. ആ മുഗളന്മാരുണ്ടാക്കിയ അവർ ഹൈദരാബാദ് വരെ ഉള്ളു. അതിനിപ്പുറത്തോട്ട് ഇല്ല ആരും. അപ്പം നമ്മളൊക്കെ എന്നാ ഇന്ത്യക്കാരായത്? ബ്രിട്ടീഷുകാരുണ്ടാക്കി. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്തുണ്ടായ ഇന്ത്യയേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് പുതിയ ഇന്ത്യ. അതുകൊണ്ട് ഈ അതിരുകളെന്ന് പറയുന്നത് ഒന്നും തന്നെയും ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമുള്ള അതിരേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ കയ്യേറി അവർ പിടിച്ചു വെച്ചിരുന്നത്. ബർമ്മ നമ്മുടെ കൂടെ ഇരുന്നാണ് ബ്രിട്ടീഷുകാർ. പിന്നെന്താണ് അത് എടുക്കാത്തത്? അതാണല്ലോ പിടിക്കേണ്ടത്. അങ്ങനെയാണ്. ഇപ്പൊ പല രാജ്യങ്ങളെ പറ്റി പുറത്തറിയുന്ന കഥകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചൈനയെ പറ്റി പലപ്പോഴും പുറത്ത് കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ഇപ്പോൾ ഒരു വീടിന് പച്ച പെയിന്റ് അടിക്കാൻ പറ്റില്ല, പിന്നെ ഒരു മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ മുസ്ലിം എവിടുന്ന് ഇയാൾക്ക് ഈ കഥയൊക്കെ? ഇത് പുറമുള്ള പ്രചാരണങ്ങളാണ്. ഈയുടെ കഥ എവിടുന്ന് ഇയാൾക്ക് കിട്ടുന്നത്? ഈ യൂട്യൂബിലൊക്കെ തന്നെയും ചൈന അമേരിക്കക്കാർ ഉണ്ടാക്കുന്നതാണ്. അതല്ല. പക്ഷെ ഇതിൽ മലയാളത്തിൽ ഇത് പറയുന്ന ആളുകളും ഉണ്ട്. മലയാളത്തിൽ